ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ആദികീർത്തനം ഭാഗം 34. രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയതോടുകൂടി കിച്ചു തന്റെ വിഷമങ്ങൾ എല്ലാം മറന്ന് ആത്മാർത്ഥമായി ജോലിയിലേക്ക് തിരിഞ്ഞു. ഉച്ചയോടുകൂടി തിരക്കെല്ലാം തീർന്നിരുന്നു. പെട്ടെന്നാണ് ക്യാബിനിലേക്ക് ആരോ വരുന്ന പോലെ അവൾക്ക് തോന്നിയത്. തല ഉയർത്തി നോക്കിയവൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി. പൊന്നു. ഓ, അപ്പോ മറന്നിട്ടില്ല അല്ലേ? ഞാൻ കരുതി എന്നെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കിപ്പോയ നിങ്ങൾ എന്നെ പണ്ടേ മറന്നു കാണും എന്ന്. വളരെയധികം പുച്ഛത്തോടെ പൊന്നു പറഞ്ഞതും കിച്ചുവിന്റെ ചങ്കു പിടച്ചു. പൊന്നു. കൂടുതൽ പറയാൻ കഴിയാതെ കിച്ചു തന്റെ കസേരയിൽ ഇരുന്നു പോയി. തന്നെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അനിയത്തി ഇന്ന് നിങ്ങൾ എന്ന് വിളിച്ചപ്പോൾ കിച്ചു തകർന്നുപോയി. പൊന്നുവിനും കിച്ചുവിന്റെ ഇരിപ്പു സഹിച്ചില്ല. പക്ഷേ അവളെ നന്മയ്ക്കായി ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചേ പറ്റൂ എന്നുള്ളതിനാൽ അവൾ തുടർന്നു. അടുത്ത സൺഡേ എൻ്റെ അബിയുടെയും കല്യാണാണ്. നിങ്ങളായി ബന്ധമെല്ലാം ഉപേക്ഷിച്ചെങ്കിലും നാട്ടുകാർക്ക് മുന്നിൽ കൊണ്ടു നിർത്താൻ അച്ഛനും അമ്മയുമില്ലാത്ത എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വരണം. ഇന്ന് ഇപ്പോ ഞങ്ങളുടെ കൂടെ. കല്യാണം കഴിയുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, എങ്ങോട്ട് വേണമെങ്കിലും. ഞാൻ തടയില്ല. പിന്നീട് ഒരിക്കലും എന്നെ അന്വേഷിച്ചു വരരുത്. പൊന്നുവിൻ്റെ കല്യാണം എന്ന് കേട്ടപ്പോൾ സന്തോഷമായെങ്കിലും ആ വീട്ടിലേക്ക് ചെല്ലേണ്ട കാര്യം പറഞ്ഞപ്പോൾ കിച്ചുവിന് ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൾക്ക് വാണി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. തന്നെ വാണി കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം ഓർത്തതും ഒരു വിറയൽ അവളുടെ ദേഹത്തുകൂടെ കടന്നുപോയി. ഇല്ല, ഞാൻ ഇല്ല. നീ എൻ്റെ ആരുമല്ല. അതുകൊണ്ട് നീ വിളിക്കുമ്പോൾ വരേണ്ട കാര്യം എനിക്കില്ല. നീ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊക്കെ നിന്റെ ഇഷ്ടം. എന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട. അത്രയും പറഞ്ഞ് കിച്ചു പൊന്നുവിൻ്റെയും അബിയുടെയും മുഖത്ത് പോലും നോക്കാതെ പുറത്തേക്ക് പോയി. അബിയുടെ കയ്യിലെ ഓണായിരുന്ന ഫോണിലൂടെ ഇതെല്ലാം കേട്ട ആദി നന്നായി ഒന്ന് ചിരിച്ചു. അറിയാമായിരുന്നു പെണ്ണേ, നീ ഇത് തന്നെ പറയൂ എന്ന്. ആദിയേട്ടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? സംസാരത്തിൽ വളരെയധികം തേൻ ചേർത്ത് വാണി ചോദിച്ചു. അബിയെയും പൊന്നുവിനെയും അകത്തേക്ക് വിട്ടിട്ട് ആദിയും വാണിയും കാറിലിരിക്കുകയായിരുന്നു. കല്യാണത്തിന് സമ്മതം പറഞ്ഞതിന് ശേഷം ആദി വാണിയോട് വളരെയധികം പ്രേമത്തോടെയാണ് പെരുമാറുന്നത്. അത് അവൾക്കൊരുപാട് സന്തോഷം നൽകി. അവന്റെ കണ്ണിലെ പ്രണയം അത് അവളെ വല്ലാതെ സ്പർശിച്ചു. മോളെ, എനിക്കൊരാഗ്രഹമുണ്ട്. നീ എൻ്റെ കൂടെ നിൽക്കുമോ? അവളെക്കാൾ അധികം തേൻ പുരട്ടി ആദി അവളോട് ചോദിച്ചു. എൻ്റെ ആദിയേട്ടൻ ഏതാഗ്രഹത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. പറയേട്ടാ, എന്താ കാര്യം? മോളെ, ഞാൻ നിന്നെ താലി കെട്ടി സ്വന്തമാക്കുമ്പോൾ ആ മോള് കിച്ചു, അവളത് കാണണം. അതിന് അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. കിച്ചുവിൻ്റെ പേര് കേട്ടതും വാണി ഒന്ന് ഞെട്ടി. എന്നാൽ പെട്ടെന്ന് തന്നെ തൻ്റെ പരിഭ്രമം മറച്ചു പിടിച്ച് അവൾ ചിരിച്ചു. അത് വേണോ ഏട്ടാ? അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നെ? അല്ലെങ്കിലും അവളെവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. കുടിലതയോടെ വാണി പറഞ്ഞു. വേണം മോളെ. അവളെ മുന്നിൽ വെച്ച് അവളെക്കാൾ സുന്ദരിയും സൽസ്വഭാവിയുമായ നിന്നെ ഞാൻ സ്വന്തമാക്കുന്നത് അവൾ കാണണം. പ്ലീസ്, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? ആദിയുടെ പൊക്കലിൽ വാണി വായും പൊളിച്ച് ഇരുന്നു. ദാ, അവൾ ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പൊന്നു ചെന്ന് വിളിച്ചപ്പോൾ അവൾ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് അബി ഇപ്പോൾ എന്നെ ഫോൺ ചെയ്തു പറഞ്ഞു. അവളുടെ അഹങ്കാരം തീർക്കാൻ എൻ്റെ മോള് എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? നിന്നെ താലി കെട്ടുമ്പോൾ അവൾ ചങ്ക് തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണണം. എന്നെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ ഒപ്പം പോയ അവൾക്ക് നിന്നെ കാണുമ്പോൾ നഷ്ടബോധം തോന്നണം. പറ, എൻ്റെ ആഗ്രഹം നടത്തി തരാൻ നീ കൂടെ ഉണ്ടാവില്ലേ? സീറ്റിലിരിക്കുന്ന അവളെ രണ്ട് കൈയും എടുത്ത് തൻ്റെ കൈയിൽ പൊതിഞ്ഞു പിടിച്ച് അവൻ അത്രയും പ്രണയാദ്രമായി ചോദിച്ചപ്പോൾ അവൻ്റെ വാക്കുകളിൽ വീണ വാണിക്ക് അത് നിരസിക്കാൻ ആയില്ല. മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തി അവൾ ആദിയെ നോക്കി ചിരിച്ചു.
അവൾ വിളിച്ചിട്ട് വരാത്തത് ഞാൻ വിളിച്ചാൽ വരൂ ഏട്ടാ. വരും. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്. നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കുമെന്ന്. പ്ലീസ്, എൻ്റെ ചക്കരയല്ലേ. ഏട്ട വരൂ. അവൾ വരും. വരുത്തിക്കും ഞാൻ. അതിനുള്ള വഴി എനിക്കറിയാം. അവൾ ആദിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. പൊന്നുവിനോടും അബിയോടും കാറിലിരിക്കാൻ പറഞ്ഞ് അവർ കിച്ചുവിനെ അന്വേഷിച്ചു പോയി. ടെറസിൽ പോയി കുറെ നേരം കരഞ്ഞ് കിച്ചു തന്റെ സങ്കടമെല്ലാം ഇറക്കി വെച്ചു. പൊന്നുവിനോട് മുഖം കറുത്ത് സംസാരിക്കേണ്ടി വന്നതിൽ അവൾക്ക് പുച്ഛം തോന്നി. കുറെ കഴിഞ്ഞ് സ്വയം ആശ്വാസം കണ്ടെത്തി അവൾ താഴെ അവളെ റൂമിലേക്ക് നടന്നു. വഴിക്ക് തല കുമ്പിട്ട് നടക്കുമ്പോൾ മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് കിച്ചു ഞെട്ടി. ആദി. അവളുടെ വായിൽ നിന്നും അറിയാതെ ആ പേർ പുറത്തേക്ക് വന്നു. ആദി. മുന്നിൽ നിൽക്കുന്ന ആദിയെ കണ്ടതും കിച്ചു അറിയാതെ വിളിച്ചുപോയി. എന്നും അവൻ അറിയാതെ മറഞ്ഞു നിന്ന് കാണാറുണ്ടെങ്കിലും നേരിൽ വന്നപ്പോൾ കിച്ചുവിന് വല്ലാത്ത പരിഭ്രമം തോന്നി. സന്തോഷമോ സങ്കടമോ എല്ലാം ചേർന്നൊരു സമ്മിശ്ര വികാരം. എന്നാൽ ആദിക്കു പിന്നിൽ നിൽക്കുന്ന വാണിയെ കണ്ടതും കിച്ചുവിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. തന്നെ ആദിയിൽ നിന്നും അകറ്റിയവൾ. ആലോചിക്കും തോറും കിച്ചുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. രണ്ട് കണ്ണുകളും ഇറുക്കിയടച്ച് കിച്ചു തന്റെ ദേഷ്യം അടക്കി. പാടില്ല. ആദിക്ക് തന്നോട് വെറുപ്പ് മാത്രമേ തോന്നാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പൊന്നുവിന്റെ ജീവിതം തകർന്നു പോകും. ഗൗരവത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞ് കിച്ചു മുന്നോട്ട് അവരെ ശ്രദ്ധിക്കാതെ നടന്നു. ഡീ. ആദിയുടെ ശബ്ദം കേട്ടതും മുന്നോട്ട് ഒരടി വെക്കാനാകാതെ കിച്ചു നിന്നു. ആദിയും വാണിയും അവളടുത്തേക്ക് നടന്നു വന്നു. കിച്ചുവിനെ കണ്ടപ്പോൾ ആദിയുടെ മുഖത്ത് നിറഞ്ഞ വീർപ്പ് കാണുകെ വാണി മനസ്സാലെ ചിരിച്ചു. എന്താ? ഒട്ടും മയമില്ലാതെ തന്നെ കിച്ചു ചോദിച്ചു. ഈ സൺഡേ എന്റെയും വാണിയുടെയും കല്യാണമാണ്. പൊന്നുവിന്റെ കാര്യം അവൾ പറഞ്ഞു കാണുമല്ലോ. അതിന്? ആ വീട്ടിലെ ആരുമായും എനിക്കൊരു ബന്ധവുമില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ടാ ഞാൻ ഇറങ്ങിപ്പോന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രഹസനങ്ങളൊന്നും വേണ്ട. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. എനിക്ക് നീ വന്നാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ പൊന്നു പറയുന്നു അവൾക്കാകെ സ്വന്തം എന്ന് പറയാനുള്ള ചേച്ചി വന്നില്ലെങ്കിൽ അവൾ കല്യാണം കഴിക്കില്ലെന്ന്. ഇനി നിനക്ക് തീരുമാനിക്കാം. ഒന്ന് ഞാൻ പറയാം. ഈ കല്യാണം സൺഡേ നടന്നില്ലെങ്കിൽ അബിക്ക് വേണ്ടി ഞാൻ വേറെ പെണ്ണിനെ കണ്ടുപിടിക്കും. നിങ്ങൾ അനിയത്തിക്കും ചേച്ചിക്കും കൂടി നശിപ്പിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം. അത്രയും പറഞ്ഞ് ആദി തിരിഞ്ഞു നടന്നു. ആദിയുടെ വാക്കുകൾ കിച്ചുവിൽ കുറച്ചൊന്നുമല്ല ഞെട്ടലുണ്ടാക്കിയത്. പൊന്നുവിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് താൻ എല്ലാം ഉപേക്ഷിച്ച് മാറി നിന്നത്. എന്നിട്ടിപ്പോൾ താൻ ചെന്നാൽ വാണി ആ ഫോട്ടോസ് പുറത്താക്കിയാൽ എല്ലാം തകരും. ചെന്നില്ലെങ്കിൽ ആദി. ഓരോന്നാലോചിച്ച് ആകെ തല പുകഞ്ഞു നിൽക്കുന്ന കിച്ചുവിന് മുന്നിലേക്ക് വാണി ചെന്നു നിന്നു. എന്തൊക്കെയുണ്ട് കിച്ചു വിശേഷം? ഭർത്താവിനൊപ്പം സുഖമായി ഇരിക്കുന്നില്ലേ? പുച്ഛത്തോടെയുള്ള വാണിയുടെ ചോദ്യത്തിന് കിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല. നിന്റെ നാക്കെന്തടി ഇറങ്ങിപ്പോയോ? ശരി, പറയണ്ട. ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നീ ആദിയേട്ടന്റെ വീട്ടിൽ എത്തിയിരിക്കണം. ആര് എന്ത് പറഞ്ഞാലും എല്ലാം കേട്ട് നാണം കെട്ട് നീ നിൽക്കുന്നത് എനിക്ക് കാണണം. ആദിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നീ മുന്നിൽ നിന്ന് കാണണം. അത്രയും നീ ചെയ്താൽ നിന്റെ പൊന്നുവിന്റെ ഫോട്ടോസ് ഞാൻ നിനക്ക് തിരിച്ചു തരാം. പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ ആദിയേട്ടന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ നീ പറയുന്നതൊന്നും അവർ വിശ്വസിക്കാനേ പോകുന്നില്ല. പക്ഷേ നിനക്ക് സമാധാനിക്കാം. നിന്റെ അനിയത്തിയുടെ ലൈഫ് സെറ്റിലാവുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യാം. വാണിയുടെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. എന്നാൽ പൊന്നുവിന്റെ ഫോട്ടോസ് തിരിച്ചു നൽകാം എന്നു പറഞ്ഞതിൽ സന്തോഷം കണ്ടെത്താൻ കിച്ചു ശ്രമിച്ചു. അപ്പ എങ്ങനാ? വരില്ല നീ ഇന്ന് തന്നെ? വരും. വരാതെ പറ്റില്ലല്ലോ എനിക്ക്. വാണിയെ നോക്കി പുച്ഛത്തോടെ കിച്ചു പറഞ്ഞു. അപ്പ ശരി, കാണാം. പിന്നെ അവിടെ വരുമ്പോൾ മനസ്സ് മാറി ആദ്യേട്ടനെ സത്യങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചാൽ
അറിയാലോ നിനക്കെന്നെ. നിന്റെ അനിയത്തി ഫേമസ് ആവും. പിന്നെ അവൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ വന്ന നീ എല്ലാവരുടെയും മുന്നിൽ അഹങ്കാരി തന്നെയായിരിക്കണം. എല്ലാവരുടെയും വെറുപ്പ് മാത്രമേ നിനക്ക് കിട്ടാൻ പാടുള്ളൂ. അതും പറഞ്ഞ് കിച്ചുവിനെ നന്നായി ഒന്ന് പുച്ഛിച്ച് വാണി തിരിച്ചൊന്നു പോയി. വാണി വന്ന് കാറിൽ കയറി എല്ലാവരോടും അവൾ കിച്ചുവിനെ വരുവാനായി കരഞ്ഞ് കാല് പിടിച്ച് സമ്മതിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് ആദിയും അഭിയും പൊന്നുവും സത്യം അറിയാമായിരുന്നിട്ട് കൂടി അവളെ നന്നായി പൊക്കി വെച്ച് സംസാരിച്ച് സന്തോഷിപ്പിച്ചു. പോകുന്നതിന് മുന്നേ ആദി മീനുവിന് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. കിച്ചു ഈ സമയം എത്രമാത്രം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടാവും എന്ന് ആദിക്ക് നന്നായി അറിയാമായിരുന്നു. കിച്ചു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നും അറിയാത്ത പോലെ മീനു കിച്ചുവിനരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. ഒരേങ്ങലോടെ കിച്ചു മീനുവിന് നെഞ്ചിൽ വീണ് നടന്നതെല്ലാം പറഞ്ഞു. പറ മീനു, ഞാൻ എങ്ങനെ പോകും? ആദി, എൻ്റെ ആദി, മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കും? ചെന്നില്ലെങ്കിൽ ആ വാണി, എനിക്ക് വയ്യ. ഇതിലും ഭേദം ഇതൊന്നും കാണാനും പറയാനും നിൽക്കാതെ ഞാൻ എൻ്റെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്നതാ. ഇന്ന് പൊന്നുവിൻ്റെയും ആദിയുടെയും മുഖത്ത് എന്നോട് കണ്ട വെറുപ്പ് സഹിക്കുന്നില്ല മീനു എനിക്ക്. മീനു അവളെ പുറത്തു തട്ടി സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. നീ പോണം കിച്ചു. നിന്റെ പൊന്നുവിന് വേണ്ടി ഇത്രയും നീ സഹിച്ചത് അവൾക്ക് വേണ്ടിയല്ലേ? അവൾ അനാഥയായി ഒരാളുടെ കൈ പിടിച്ചു പോകുന്നത് നിനക്ക് സഹിക്കുമോ? അത് പാടില്ല. നീ തന്നെ അവളെ കൈ പിടിച്ച് അഭിയെ ഏൽപ്പിക്കണം. പക്ഷേ ആദി, ഞാൻ നിനക്ക് വിധിച്ചിട്ടുള്ളവർ നിന്നിലേക്ക് തന്നെ എത്തും. അല്ലാത്തവരെ എത്ര ചേർത്ത് നിർത്തിയാലും അകന്നു പോകും. നീ അതിനെപ്പറ്റി ആലോചിക്കണ്ട. വിധി പോലെ നടക്കട്ടെ. നീ ഒറ്റയ്ക്കൊന്നും പോണ്ട. ഞാനും കൂടി വരാം തറവാട്ടിലേക്ക്. വേണം, എനിക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നീ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യം കിട്ടും. എങ്ങോട്ടേക്കാ നീ കയറി വന്നേ? എല്ലാം ഉപേക്ഷിച്ച് പോയതല്ലേ നീ? നാണമില്ലേ നിനക്ക് പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ? പറഞ്ഞു തീർന്നതും ദേവകിയുടെ കൈകൾ കിച്ചുവിന്റെ മുഖത്ത് പതിച്ചു. കിച്ചു ചുറ്റും നോക്കി. തന്നെ നോക്കുന്ന കണ്ണുകളിൽ ഒക്കെ വെറുപ്പ് മാത്രം ആണ് എന്നുള്ളത് അവളെ തളർത്തി. ഇനിയും ഇവിടെ നിന്ന് പൂങ്കണ്ണി വാക്കാതെ ഇറങ്ങിപ്പോടി പിറച്ചവളെ. അത്യധിക ദേഷ്യത്തോടെ അംബിക കിച്ചുവിനെ പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. അമ്മേ, എന്താ കിച്ചു, എന്തുണ്ടായി? മീനു വണ്ടി നിർത്തി വിയർത്ത് കുളിച്ചിരിക്കുന്ന കിച്ചുവിനെ നോക്കി. കണ്ടത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ കിച്ചു കുറച്ച് സമയമെടുത്തു. അമ്മ അടിച്ചു. എപ്പോൾ? നമ്മളതിന് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അപ്പോഴേക്കും തല്ല് കിട്ടിയോ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ കിച്ചു. ഓരോ സ്വപ്നം കണ്ട് മനുഷ്യരെ പേടിപ്പിക്കാൻ അലറി കൂവിക്കോളും. മീനു വഴി നീളെ സംസാരിച്ചെങ്കിലും വീട്ടിലുള്ളവർ തന്നെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് കിച്ചു വിഷമത്തോടെ ഇരുന്നു.